പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് പൊതുപരീക്ഷ തഫ്സീറുൽ ഖുർആൻ 2 പരീക്ഷ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും എളുപ്പമായിരുന്നില്ലേ? എല്ലാവർക്കും ടോപ്ലസ് കിട്ടട്ടെ. ഇനിയുള്ള തഫ്സീർ ലിസാനാണ്. അല്പം എല്ലാവർക്കും പേടിയും പ്രയാസവും. ഒരു പേടിയും വേണ്ട. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തഫ്സീറിലും ലിസാനിലും നമുക്ക് ടോപ്ലസ് കരസ്ഥമാക്കാൻ പറ്റും. കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വളരെ ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക. ചോദ്യം വരുന്ന രൂപവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒന്നാമത്തെ ചോദ്യം, സിൽ ബിമാ യുനാസിബു, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എഴുതുക. സംശയങ്ങൾ ഉസ്താദുമാരോട് നമ്മൾ ചോദിക്കുക. നിങ്ങളെ മദ്രസയിലേക്ക് വരുന്ന ഒരു ഉസ്താദ് 10ാം ക്ലാസ്സിലെ ഉസ്താദായിരിക്കും. സംശയങ്ങളെല്ലാം കൃത്യമായി നമ്മൾ അവരോട് ചോദിക്കുക. അവർ എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഒരു മടിയും വേണ്ട, പേടിയും വേണ്ട. നമ്മൾ ചോദിച്ചാൽ പറഞ്ഞ് കൊടുക്കാമെന്നുള്ള നിലക്കായിരിക്കും ഉസ്താദുമാരുണ്ടാവുക. സംശയമുള്ള ഭാഗം ചോദിച്ച് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എഴുതുക. സിൽവിമ യുനാസിബുവിൽ 5 വന്നിട്ടുള്ളത്. തിരഞ്ഞെടുക്കുമ്പോൾ ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ആദ്യം ഒന്ന് എഴുതി വീണ്ടും വെട്ടി, അങ്ങനെ ചോദ്യ പേപ്പർ വൃത്തിഹീനമാക്കരുത്. വൃത്തി വളരെ പ്രധാനമാണ്. ഒന്നാമത്തത് അൽ ഫലഖു. ഫലക്ക് എന്നതിനോട് യോജിച്ചത് എന്താണ്? ഫലക്ക് എന്ന് പറഞ്ഞാൽ അസുബഹു, സുബഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി 2 ആയിൽ എന്ന് പറഞ്ഞാൽ ഫക്കീറാണ്, പാവപ്പെട്ടയാൾ. അസർന, ഹയ്യജിന, ആ കുതിരകളിങ്ങനെ ഇളക്കി പുറപ്പെടുവിക്കുക. ആ ഹയ്യജിന എന്ന് പറഞ്ഞാൽ ഇളക്കി പുറപ്പെടുവിക്കുക എന്നതാണ്. അതാണ് അസർനൻ്റെ അറബിയിലുള്ള അർത്ഥം. ഇനി 4 അലക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദമുൻ ഒലീലുൻ, കട്ടിയുള്ള രക്തം അഥവാ രക്തപിണ്ഡം എന്നൊക്കെ പറയില്ലേ, അതാണ് അലക്കിൻ്റെ അർത്ഥം, കട്ടിയുള്ള രക്തം. ഹുനഫാ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഇലീന ഇലൽ ഖൈർ, നന്മയിലേക്ക് ചാഞ്ഞവരായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവരുടെ ചായ്വ് എങ്ങോട്ടാണ്? നന്മയിലേക്കാണ്. ഇനി രണ്ടാമത്തത് സിലി തഫാസീറ ഇല ആയാത്തിഹ. താഴെ കൊടുത്തിരിക്കുന്ന ആയത്തുകൾക്ക് തഫ്സീറുകൾ എഴുതാനാണ്. അതും ബ്രാക്കറ്റിലുണ്ട്, നമ്മളൊന്ന് തിരഞ്ഞെടുത്താൽ മതി. ഒന്നാമത്തത് യസ്ദുറുന്നാസു, അതിൻ്റെ അർത്ഥം എന്താണ്? യൻസരിഫുന്നാസു, ജനങ്ങൾ തിരിഞ്ഞു പോകുന്നു എന്നതാണ്. 2 ഹത്താ മത്ലഇൽ ഫജ്ർ ഇലാ വക്തി തുലൂഇഹി, അഥവാ അത് ഉദിക്കുന്നത് വരെ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഫജ്ർ വെളിവാകുന്നത് വരെ എന്നതാണ് ഹത്താ മത്ലഇൽ ഫജ്ർ എന്നതിൻ്റെ ആശയം. 3 ഫൻസബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇജ്തഹിദ് ഫി ദുആഇ, പ്രാർത്ഥനയിൽ നീ നല്ലോണം പരിശ്രമിക്ക് എന്നാണ്. മൗലൂബുൻ അലൈഹിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹുമുൽ യഹൂദ്, ആരാണ് അവർ? അള്ളാഹുവിൻ്റെ കോപം പേറിയ ടീം ഏതാണ്? അത് യഹൂദികളാണ്. വസ്തഗ്ഫിർഹു എന്ന് പറഞ്ഞാൽ എന്താണ്? സലില്ലാഹ, അള്ളാഹുവിനോട് നീ ചോദിക്കുക. അൽ ഉഫ്രാന, പാപമോചനത്തിനെ നീ തേടുക എന്നതാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ സൂറത്തിൻ്റെയും തഫ്സീറുകൾ നമ്മൾ പഠിച്ചിരിക്കണം, എങ്കിലേ നമുക്ക് ടോപ്ലസ് കിട്ടൂ. ഏതാണ് ചോദിക്കുക എന്ന് ഉറപ്പായും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്താൽ ഒരു പേടിയും കൂടാതെ നമുക്ക് പരീക്ഷയെ നേരിടാൻ കഴിയും. ഇനി അടുത്തത് ഉക്തുബുൽ മാന ബിൽ അറബിയ, അറബിയിൽ അർത്ഥം എഴുതാനാണ്. ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അഊദു എന്നതിൻ്റെ അറബിയിലുള്ള അർത്ഥം എന്താണ്? അത്തഹസ്സനു, ഞാൻ കാവൽ തേടുന്നു. തബ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖസിറ, പരാജയപ്പെട്ടു എന്നാണ്. 5 ലയുദ്ബഹന്ന എന്നാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? ലയുത്രഹന്ന, അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് പറഞ്ഞില്ലേ, ഇടുക എന്നതാണ് യുത്രഹന്നൻ്റെ അർത്ഥം, അഥവാ വലിച്ചെറിയുക നരകത്തിലേക്ക്. ഇനി ഇൻഹറിൻ്റെ അർത്ഥം എന്താണ്? ഇദ്ബഹ്, അറക്കുക, അറവ് നടത്തുക എന്നുള്ള ഇന്നാഴ്ത്തൈനാക്കൽ ഒന്നാണ്. പിന്നെ ഇഹ്ൻ എന്ന് പറഞ്ഞില്ലേ, അൽ ഖാരിയയിൽ ഉള്ള വാക്കാണ്. സൂഫ്, പഞ്ഞികളെപ്പോലെ അങ്ങനെ പാറി നടക്കുമെന്ന് പറഞ്ഞില്ലേ, ആ പഞ്ഞികളാണത് സൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മംനൂൻ എന്ന് പറഞ്ഞാൽ മഖ്തൂൻ എന്നാണ്. ഇങ്ങനെ ഒരു ചോദ്യം സർവ്വസാധാരണയായി ചോദിക്കാറുള്ളതാണ്. പാഠത്തിലെ പ്രധാനപ്പെട്ട വേർഡുകളും അതിൻ്റെ അറബിയിലുള്ള അർത്ഥവും തന്നെ അറിഞ്ഞിരിക്കണം. അറബി അർത്ഥം എഴുതിയാലേ അവിടെ മാർക്ക് ലഭിക്കുകയുള്ളൂ. കുട്ടികൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ.
നാലാമത്തത് ഈതി ബിൽ ആയാത്തിൽ തഫാസീറിൽ ആത്തിയ, താഴെയുള്ള തഫ്സീറുകൾക്ക് യോജിച്ച ആയത്ത് കൊണ്ടുവരിക എന്നതാണ്. ആയത്തിൻ്റെ തഫ്സീറല്ല, തഫ്സീറിൻ്റെ ആയത്താണ്. അതിലൊന്ന് അല്ലദീ ലാ യുസാവിഹി കരീമുൻ, ഒരു മാന്യനായ ബഹുമാനിയും അവനോട് തുല്യമാവുകയില്ല എന്നതിൻ്റെ ആയത്തേതാണ്. വ റബ്ബുക്കൽ അക്രം എന്നതാണ്. മിനൽ അഅദാഇ ബി ജഅലിഹിം ജീറാന ബൈത്തില്ലാഹി, മിനൽ അഅദാഇ ശത്രുക്കളാൽ, ബി ജഅലിഹിം ജീറാന ബൈത്തില്ലാഹി, ബി ജഅലിഹിം അവരാക്കൽ കൊണ്ട്, ജീറാന ബൈത്തില്ലാഹി അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അയൽവാസികൾ, വ ആമനഹും മിൻ ഖൗഫ് എന്നതാണ് അതിൻ്റെ ആയത്ത്. മൂന്നാമത്തത് വലി എനിക്കുണ്ട് ജസാഉ അഅ്മാലി, എൻ്റെ പ്രവൃത്തിയുടെ പ്രതിഫലം, അത് മിൻ തൗഹീദിൻ വ ഇഖ്ലാസിൻ, ആത്മാർത്ഥതയും ഏകദൈവ വിശ്വാസവുമാണ്. അതിൻ്റെ ആയത്ത് വലിയ ദീൻ, എനിക്കെൻ്റെ മതമുണ്ട്, അതിൻ്റെ ആശയമാണ് മൂന്നാമത്തെ ചോദ്യമായി വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യവും ഉണ്ടാവും. അടുത്തത് അജിബ്, ഉത്തരം എഴുതാം എന്നുള്ളതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ഒന്ന്, ജയ്ഷു അബ്രഹത്ത് കംഹിയ അൽ ഫീലത്തു കംഹിയ, അബ്രഹത്തിൻ്റെ സൈന്യം എത്രയാണ്, ആനകൾ എത്രണ്ണമുണ്ടായിരുന്നു? സിത്തീന അൽഫ് സൈന്യവും സമാനിയ ആനകളും, അഥവാ 8 ആനകളും 60,000 പടയാളികളും. 2, കല്ലാ സൗഫ തഅലമൂൻ, പിന്നീട് അവർ അറിയുക തന്നെ ചെയ്യും. മത്താ ഹാദൽ ഇൽമു, ഈ അറിയുക തന്നെ ചെയ്യും എന്നുള്ള ഈ അറിവ് എപ്പോഴുള്ളതാണ്? സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെയും അവരറിയും, പിന്നീട് അതിനെ അവരറിയും. മത്താ ഹാദൽ ഇൽമു, ഈ അറിവ് എപ്പോഴാണ്? ഒന്ന് ഇന്ദൽ മൗത്ത്, ഒന്ന് മരിക്കുന്ന സമയത്തും, മറ്റൊന്ന് ഫിൽ കബരി, ഖബറിലുമാണ്. മൂന്നാമത്തത് ഹമ്മാലത്തുൽ ഹത്തബ്, ഉഖ്തു മൻ, ഇത് ഹമ്മാലത്തുൽ ഹത്തബ് ആരുടെ സഹോദരിയാണ്? ഒമാ ഇസ്മുഹ, എന്താണ് അവളുടെ പേര്? ഉഖ്തു അബി സുഫിയാനുബിനു ജർബ്, അബൂ സുഫിയാനുബിനു ജർബിൻ്റെ സഹോദരിയാണ്. ഇസ്മുഹ ഉമ്മു ജമീൽ, ഇവരുടെ പേര് ഉമ്മു ജമീൽ എന്നാണ്. 4, മാതാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നബിതങ്ങൾ എന്താണ് പറഞ്ഞത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ പറയുന്നു, ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ, തഅദിലു അത് കിടപിടിക്കും, പകരമാകും, സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 തത്തുല്യമാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ ഖുർആൻ 3 ഭാഗമാക്കിയാൽ അതിലെ ഒരു ഭാഗത്തിന് ഖുൽ ഹുവല്ലാഹുവിൻ്റെ പവറുണ്ട്. അതുകൊണ്ട് അതൊക്കെ നല്ലോണം ഓതുക, പരീക്ഷാ സമയത്തും മറ്റുള്ള സമയങ്ങളിലൊക്കെ ആവശ്യാനുസരണം, ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഓതിയാൽ ഫലമുണ്ടാകും. 5, വറഫഅനാ ലക ദിക്റക ബിമാ, വറഫഅനാ നമ്മൾ ഉയർത്തിയിരിക്കുന്നു, ലക നിങ്ങളെ, ദിക്റക്ക് നിങ്ങളെ പറച്ചിൽ, നാട്ടിലാകെ നിങ്ങളെ പറച്ചിലായിരിക്കും, അങ്ങനെ നമ്മൾ നിങ്ങളെ ഉയർത്തിയിരിക്കുന്നു. അതെപ്പോഴൊക്കെയാണ് ആ പറച്ചിൽ? ബിഅൻ തുദക്കറ മഅ ദിക്രി, എൻ്റെ പേരിനോടുകൂടെ പലപ്പോഴും നിങ്ങളെ പേര് കാണാം. അത് ഫിൽ അദാനി, ബാങ്കിലുണ്ട്, വൽ ഇക്കാമത്തി, ഇക്കാമത്ത് കൊടുക്കുമുണ്ടാകും, വ തശഹുദി, അത്തഹിയാത്ത് ഓതുമുണ്ടാകും, വൽ ഖുതുബത്തി, ഖുതുബ വെള്ളിയാഴ്ചയിലും മറ്റൊക്കെ ഖുതുബ നടത്തുന്ന സമയങ്ങളിലും ഉണ്ടാകും. ഈ നിലക്കാണ് നബിയെ നിങ്ങളുടെ പേര് പറയുന്നതിനെ നമ്മൾ ഉയർത്തിയത്. 6, ഫസ്സിർ ബിൽ അറബിയ, അറബിയിൽ തഫ്സീർ എഴുതാനാണ്. ഈ രൂപത്തിലുള്ള 2 പാർട്ട് ചോദ്യങ്ങൾ ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാ ഭാഗവും കവർ ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ ആയത്തിൻ്റെ വിശദീകരണങ്ങൾ പഠിച്ചു വെക്കുക. 1, ലനസ്വ അം ബിൻ നാസിയ, എന്താണ് അതിൻ്റെ അർത്ഥം? ലനജുറന്നഹു ബിൻ നാസിയത്തിഹി ലന്നാർ, അവൻ്റെ മൂർദാവ് പിടിച്ച് നമ്മൾ അവനെ നരകത്തിലോട്ട് വലിക്കും. 2, യൗമൈദിൻ യസ്ദുറുന്നാസു യൻസരിഫുന്നാസു, ജനങ്ങൾ തിരിയും, മിൻ മൗഖിൽ ഹിസാബി, വിചാരണയുടെ സ്ഥലങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളിക്കും. 3, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അർഷിദിന, ഞങ്ങളെ നീ ചേർക്കണമേ, ഇല ത്വരീഖിൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക്, ത്വരീഖ് വഴി. ഇനി അടുത്തത് 7, ബയ്യിൻ, വ്യക്തമാക്കാനാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യവും നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ എന്തായിരിക്കും നമ്മൾ എഴുതി കൊടുക്കേണ്ടത്? അൽ ഖാരിയ എന്നാണ് ചോദിച്ചതെങ്കിൽ അൽ ഖിയാമത്തു,
അൽക്കാരിയ സംഭവം, കുലുക്കുന്ന സംഭവം എന്നാണ് അതിൻ്റെ അർത്ഥം. അതേതാണ്? അൽ കിയാമത്തു, ആ കുലുക്കുന്ന വിറപ്പിക്കുന്ന ആ ദിവസം കിയാമത്ത് നാളിൻ്റേതാണ്. സുമ്മിയത്ത് ബിദാലിക്ക, ഇതിന് പേര് വരാൻ കാരണം ലി അന്നഹ തെക്റഉൽ കുലൂബ, അത് ഹൃദയത്തെ കുലുക്കും, ബിൽ ഫസഇ വശദാഇദി, പേടി കൊണ്ടും ഭയം കൊണ്ടും ഹൃദയങ്ങളെ അത് കുലുക്കുന്നത് കൊണ്ടാണ് ഖിയാമത്ത് നാളിലേക്ക് കാരിയ എന്ന പേര് വരാൻ കാരണം. 2. ഇൽമുൽ യഖീൻ, ഇദ്റാഖു ഷൈഇ മിൻ ഗൈരി മുശാഹദത്തിൻ, ഒരു വസ്തുവിനെ കാണാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാണ് ഇൽമുൽ യഖീൻ എന്ന് പറയാം. മുശാഹദത്ത് ഉണ്ടാവില്ല, കാഴ്ച ഇല്ലാതെ തന്നെ, കാണൽ കൂടാതെ ഒരു വസ്തുവിനെ നമ്മുടെ മൈൻഡിലേക്ക് എത്തിക്കുന്നതിനാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. 3. ഫായിദത്തു അക്കിലി സമരിത്തീൻ, അത്തിപ്പഴം കഴിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങൾ ഓർമ്മയിലുണ്ടാകും. തുക്കല്ലിലുൽ ബൽഅമ, കഫം കുറക്കും. തുത്തഹിറുൽ കില്യത്തൈനി, കിഡ്നിയെ ശുദ്ധിയാക്കും. തുസീലു മാഫി മസാനത്തി മിനർ റംല്, മൂത്രക്കല്ലിനെ ഇല്ലായ്മ ചെയ്യും. വത്തഖ്തഉൽ ബവാസ്വീറ, കുഷ്ഠരോഗങ്ങൾക്കൊക്കെ ശമനമാണ്. അപ്പോൾ ഇതൊക്കെ അത്തിപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങളാണ്, പഠിച്ചു വെക്കുക. 8. തെർജിം, അർത്ഥം അറബി മലയാളത്തിൽ എഴുതാനാണ്. ഇങ്ങനെയും ഒരു ചോദ്യം ഉറപ്പിക്കാം. അല്ലാഹുമ്മ ഗഫിർ ലി കുല്ലി മൻ ഖാല ആമീൻ, ഇതിൽ ആമീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം, അള്ളാഹുവിൻ്റെ അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എന്നുമാണെന്നറിയാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തൊന്ന് ആലോചിച്ച് നോക്ക്, എന്തായിരിക്കും അർത്ഥം? അള്ളാഹുവേ, ആമീൻ പറയുന്നവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണമേ. 2. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ തടഞ്ഞു വെക്കുന്നവർ. ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ, അപ്പോൾ അവരെ ചവച്ചു അരച്ച വൈക്കോൽ പോലെയാക്കി, ചവച്ചരച്ച വൈക്കോൽ പോലെയാക്കി. ഈ അർത്ഥം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ മുഴുവനായിട്ടും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, ചിലതറിയാം. ആ ചിലത് വെച്ച് ഓർത്ത് നോക്കിയിട്ട് ആശയം എടുത്ത് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന വേർഡുകൾ ഏതൊക്കെയാണോ അതിൻ്റെ അർത്ഥങ്ങൾ എഴുതി വെച്ചാൽ 4 മാർക്കിനുള്ള ചോദ്യമാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 മാർക്കെങ്കിലും നമുക്ക് ഉറപ്പിക്കാം. അതുകൊണ്ട് ഒഴിച്ചിടരുത്, ഒരു കാരണവശാലും അറിയുന്ന അർത്ഥം നമ്മളവിടെ എഴുതി കൊടുക്കുക. എത്ര ചെറുതാണെങ്കിലും അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് കിട്ടും. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ മോഡൽ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി തുടക്കം മുതൽ അവസാനം വരെയുള്ള സൂറത്തുകൾ, ആയത്തുകൾ, വിശദീകരണങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങളൊക്കെ നോട്ട് ചെയ്തോളൂ. +, നമുക്ക് ഉറപ്പിക്കാം. ചോദ്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഇൻഷാ അല്ലാഹ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതാണ് നിങ്ങൾ തരുന്ന സ്നേഹം. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എന്തെങ്കിലും ഒന്ന് ആമീനോ അൽഹംദുലില്ലയോ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ കമൻറ്റിൽ എഴുതുന്ന എല്ലാവർക്കും അല്ലാഹു തആല +, വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷകളും എല്ലാം അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ചവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.